Hello, everybody. Welcome back to our YouTube channel. This is Shifana and Harris. Harris, welcoming you to Eat Away. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലേസിലാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. ഈ പ്ലേസ് അറിയാവുന്നവർക്കും അറിയാത്തവർക്കും നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ബഹ്റൈനിലെ ഐക്കയാണ്. അപ്പോൾ കം ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ബിഫോർ വി സ്റ്റാർട്ട്, പ്ലീസ് സബ്സ്ക്രൈബ് ടു ഈറ്റ് അവേ ആൻഡ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഐക്കിയയിൽ കയറുമ്പോൾ തന്നെ യു വിൽ ഗെറ്റ് ടു സീ ഹേ. ദാറ്റ് ഈസ് ബേസിക്കലി HEJ. അതെന്താന്ന് വെച്ചാൽ സ്വീഡിഷിലെ ഹലോ. ഐക്യ ഒരു സ്വീഡിഷ് കമ്പനിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഉള്ളിലേക്ക് കയറുമ്പോൾ യു വിൽ ഗെറ്റ് ടു സീ പ്രോഡക്ട്സിന്റെ നെയിം ആണെങ്കിലും പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും എവറിത്തിങ് ഇൻ സ്വീഡിഷ് ഇസ് വെൽ. എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഗ്ലോബൽ ഫർണിച്ചർ ചെയിനാണ് ഐക്കിയ. ബേസിക്കലി ഇവർ ചെയ്യുന്നത് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള അഫോർഡബിൾ ഫർണിച്ചേഴ്സ് ആണ് ഫോർ റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ പ്രോജക്ട്സ്. സോ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇസ് ഫ്രോം ഹിയർ. സോ ഇവിടെ നമുക്ക് ഐക്കയുടെ പെൻസിൽസും ഷോപ്പിംഗ് ലിസ്റ്റിന്റെ പേപ്പറും ഉണ്ട്. Have you wondered why we have this pencil? There are so many people who take this to home. Okay, so നമുക്ക് ഇവിടെ പേപ്പറും പെൻസിൽസും ഉള്ളത് എന്തിനാണ്? Let's pan it to this guy. Bro, explain. We have these ഷോപ്പിംഗ് ലിസ്റ്റ് ചെയ്താനുള്ള പേപ്പർ ഇവിടെ ഉണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ യു റൈറ്റ് ദി കോഡ്സ് ഓഫ് ദി പ്രോഡക്ട്സ് ദാറ്റ് യു ലൈക്ക്. ഇവിടെ കുറേ പ്രോഡക്ട്സ് കാണുമ്പോൾ എല്ലാത്തിനും കുറേ കോഡ്സ് ഉണ്ട്. കോഡ് എഴുതി വെക്കുക. മെഷറിംഗ് ടേപ്പും ഉണ്ട്, പേപ്പർ മെഷറിംഗ് ടേപ്പ്. കാണുന്ന സാധനം എല്ലാം ട്രോളി ഇടേണ്ട ആവശ്യമില്ല. ഒരു ലിസ്റ്റിൽ എഴുതിയെടുക്കുക, കോഡ് എഴുതിയെടുക്കുക. ലാസ്റ്റ് ഈ ഫുൾ സെക്ഷൻസ് എല്ലാം കഴിയുമ്പോൾ ഏൽപ്പിക്കുക. ഇതിൽ ഗിവ് ദ പ്രൊഡക്റ്റ്. അവരൊരു പാക്കേജ് പോലെ നമുക്ക് തരും. നമ്മൾ അതങ്ങനെ തന്നെ കാറിന് കിറ്റ് വീട്ടിൽ കൊണ്ടുപോവുക. ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അസംബിൾ ചെയ്യുക. ഡു ഇറ്റ് യുവർ സെൽഫ് പ്രോഡക്ട്സ് ബേസിക്കലി. ഐക്കയുടെ ഫേർണിച്ചേഴ്സ് മാത്രമല്ല, അവരുടെ റെസ്റ്റോറൻറ്റും ഭയങ്കര ഫേമസ് ആണ്. എസ്പെഷ്യലി പറയാനാണെങ്കിൽ അവരുടെ സ്വീഡിഷ് മീറ്റ് ബോൾസ്. നമ്മളത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ ഇവർക്ക് കുറേ ഫ്രോസൺ ഐറ്റംസും ഉണ്ട്, മെഡിറ്ററേനിയൻ സാലഡ്സും ജ്യൂസസും ഒക്കെ. പിന്നെ ഇവരുടെ ഈ ചൂടായിട്ട് തരുന്ന ഈ മഫിൻസും കുക്കീസും ഒക്കെ ഭയങ്കര നല്ലതാണ്. ഇവിടെ ആക്ച്വലി വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ a cup of coffee and a cookie together പെയർ ചെയ്ത് നമുക്ക് എടുക്കാം എന്നുള്ള പോലെ. സോ മീറ്റ് ബോൾസ് ട്രൈ ചെയ്യാനാണ് നമ്മളിവിടെ വന്നത്. പക്ഷേ അത് ഓൾറെഡി കഴിഞ്ഞിരുന്നു. സോ ഫിഷ് ആൻഡ് ചിപ്സ് അതാണ് ട്രൈ ചെയ്യുന്നത്. ഇവരുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും ഭയങ്കര തോട്ട്ഫുൾ ആണ്. ഇവർക്ക് ബാർ സ്റ്റൂൾസ് ഉണ്ട്, നോർമൽ ചെയർസും ടേബിൾസും ഉണ്ട്. പിന്നെ ആംബിയോൺസ് ഇഷ്ടപ്പെടുന്നവർക്ക് ആംബിയോൺസിനനുസരിച്ചുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും ഉണ്ട്. പിന്നെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ക്യൂബിക്കിൾസും ഉണ്ട്, പ്രൈവറ്റ് ക്യൂബിക്കിൾസ് പോലെ ചാർജിങ് സ്റ്റേഷനൊക്കെ ആയിട്ട്. വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ദേ ക്യാൻ കം ഹിയർ, സിറ്റ് ആൻഡ് വർക്ക് പീസ്ഫുള്ളി. ഞാനിപ്പോൾ ബുക്സ് എടുക്കാൻ വേണ്ടിയിട്ട് നടന്നതാണ്. ജസ്റ്റ് പാക്കിംഗ് തിങ്സ്, പാക്കിംഗ് ഓൾ ദ സ്റ്റഫ്സ് ടു ഗോ ഹാവ് ഫുഡ് ദെയർ. മച്ച് ബെറ്റർ പ്ലേസ് ഇവിടെ.
എനിക്ക് റിയലി ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ വെറൈറ്റി ഓഫ് ഡിസൈൻ മോക്കപ്സ് ഷോക്കേസ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി നമ്മളിപ്പോൾ ഏതൊരു ഇൻറ്റീരിയേഴ്സിൻ്റെ ഔട്ട്ലെറ്റിൽ പോയാലും അല്ലെങ്കിൽ ഫർണിച്ചർ ഔട്ട്ലെറ്റിൽ പോയാലും നമുക്ക് കിട്ടുന്നതിലും കൂടുതൽ സ്പേസിൻ്റെ ഡിസൈൻ ഡെമോൺസ്ട്രേഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈസിലി ഏതൊരാൾക്കും ഈ വിഷ്വൽ റെപ്രസെൻറ്റേഷനൊക്കെ കൊണ്ട് അവരുടെ സ്പേസ് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, എനിക്ക് എഡ്യൂക്കേഷൻ വൈസ് ഇൻറ്റീരിയർ ഡിസൈനിങ്ങും കൂടിയുണ്ട്. സോ ബേസിക്കലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തൊരു മെറ്റീരിയൽ കാണുവാണെങ്കിലും പോയി തട്ടി നോക്കും, കൊട്ടി നോക്കും. എന്തെങ്കിലും ഒരു ചെയറിൽ സോഫ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇരുന്ന് നോക്കും എത്രത്തോളം കംഫർട്ടബിൾ ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ. സോ ഐ നോർമലി ഡു ദാറ്റ് ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഐ ഹവ് ഡൺ ദറ്റ് വിത്ത് യു അല്ലേ. ഇതൊരു ലിവിംഗ് റൂമിന്റെയും ഡൈനിങ് റൂമിന്റെയും ഡീറ്റെയിൽഡ് ഡെമോ ആണ് കാണുന്നത്. ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാ തീരെ ചെറിയ ഐറ്റംസിന് വരെയും പ്രൈസ് ടാഗ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ കിച്ചൺ ഡ്രോയറിലെ എല്ലാ യൂട്ടൻസിൽസിന് വരെയും പ്രൈസ് ടാഗ് ഇട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട റെസിഡൻഷ്യൽ ഡിസൈൻസ് അല്ലേ, ഇവർക്ക് റെസിഡൻഷ്യൽ മാത്രമല്ല ഓഫീസ് സ്പേസ് ഡിസൈൻസും ഉണ്ട്. ചെറിയ സ്പേസസ് ആണ് ഇപ്പം നമുക്ക് ഉള്ളത് എങ്കിൽ ചെറിയ സ്പേസസിനെയും കൂടെ സ്പേഷ്യസ് ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അതിനുള്ളിൽ ചെയ്യാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വൈറ്റ് പെയിന്റ് ആണുള്ളിൽ കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ട് തോന്നും. ഈവൻ നമ്മളിപ്പോൾ നമ്മുടെ വാളിൽ വാൾ പേപ്പേഴ്സ് കൊടുക്കില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ടെക്സ്ചർ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ടെക്സ്ചർ നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ വേർട്ടിക്കൽ ആയിട്ടുള്ള പാറ്റേൺസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ടോളറായിട്ട് ആ സ്പേസ് തോന്നും. അതിനെ മറിച്ച് ഇപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ടെക്സ്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ ലെങ്ത് വൈസ് സ്പേസ് കുറച്ചും കൂടെ ലെങ്ത് കൂടിയതുപോലെ തോന്നും. ബേസിക്കലി നമുക്കിപ്പോൾ ഒരു ചെറിയ സ്പേസ് ആണെങ്കിലും വലിയ സ്പേസ് ആണെങ്കിലും അതിൻ്റെ എലിമെൻറ്റ്സിന് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് അഡിഷൻസ് ഇൻറ്റീരിയേഴ്സിൽ ചെയ്യാൻ പറ്റും. കൂടുതൽ നമ്മൾ കുട്ടികളെ ബെഡ്റൂംസിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തല്ലേ കണ്ടിട്ടുള്ളത്. ബട്ട് ആ പ്ലേഫുൾനെസ് അത് അവിടെ കൊണ്ട് മാത്രം ലിമിറ്റ് ചെയ്യണം എന്നില്ല. ഇവിടെ കുട്ടികളുടെ ചെറിയ ഡൈനിങ് ടേബിൾസ് വരെ ഉണ്ട്. ഐക്കിയയിലെ കുറേ ഫർണിച്ചേഴ്സും നമുക്ക് തന്നെ മെറ്റീരിയലും ഫിനിഷൊക്കെ നോക്കി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കസ്റ്റമൈസ് ചെയ്തൊരു വാർഡ്രോബാണ് ഈ കാണുന്നത്. നമ്മൾ നടന്ന് കുറേ എത്തുമ്പോൾ ഇവർക്ക് സ്പെഷ്യലൈസ്ഡ് ലൈറ്റിങ്ങിൻ്റെയും മിറേഴ്സിൻ്റെയും സെൻറ്റഡ് ക്യാൻഡിൽസ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, അങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ട്. അങ്ങനെ അവസാനം നമ്മൾ നടന്ന് ഈ മേസിൻ്റെ അവസാനത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഗോഡൗണിലെത്തും. ഇവിടെ നിന്ന് നമ്മളെ സാധനം വാങ്ങിച്ച് നേരെ വീട്ടിൽ വിട്ടോണം. ഓൾ റൈറ്റ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കൊണ്ട് കഴിഞ്ഞു. ബൈ ഫ്രം ഷിഫാന ആൻഡ് ഹാരിസ്. ബൈ ഫ്രം ഇറ്റ്.